നോക്കട്ടെ, കൊള്ളാം. ഇനി ഒരുപാട് നേരം എടുക്കോ? ഒരു 2 minutes. 2 minutes പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 20 minutes ആയി. കല്ലു, നീ ഒന്നും മിണ്ടായിരിക്കെ. സഞ്ജനയുടെ ജോലി ചെയ്യട്ടെ. സമയമാവുന്നല്ലേ ഉള്ളൂ. സോറി സഞ്ജന. ഒന്നും സാരമില്ല. കല്യാണ പെണ്ണിനെ കാണുമ്പോ എല്ലാരും ചോദിക്കണം ആരാ ഒരുക്കിയെന്ന്. അങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് അടുത്ത വർക്ക് കിട്ടുന്നേ, ഈ മൗത്ത് പബ്ലിസിറ്റി. ഇപ്പൊ എല്ലാവരും കല്യാണത്തിന് വെളുപ്പിന് ബ്യൂട്ടി പാർലറിലേക്ക് ഓടുമല്ലേ. ആഹാ, ആരും ആളാകെ മാറിയല്ല. ചേച്ചി സാരി കുടിപ്പിച്ച് കല്യാണ വേഷത്തിൽ ഇറക്കാന്ന് വിചാരിച്ചതാ. സഞ്ജന ചേച്ചി വന്നോടെ ആ ചാൻസ് പോയില്ലേ. ദേ ഒരു ഭുവൻ ബായ് വിളിക്കുന്നു. ഇപ്പൊ എടുക്കണ്ട, കട്ട് ചെയ്തേരെ. വർക്ക് ചെയ്യുമ്പം ഞാൻ ഫോൺ എടുക്കാറില്ല. ഭുവൻ ബായ് സാധാരണ കേട്ടിട്ടുള്ള പേരൊന്നും അല്ലല്ലോ. ഭുവൻ ബായ്, ഈ ഭുവൻ എന്ന പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ബാബുക്കുട്ടൻ ബോംബെയിൽ അറിയപ്പെടുന്നത് അങ്ങനെ മറ്റോ ആണെന്ന് അക്കുച്ചേട്ടൻ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. സഞ്ജനയ്ക്ക് ബാബുക്കുട്ടനെ അറിയോ? അതാരാ ബാബുക്കുട്ടൻ? അല്ല, അന്ന് ടെക്സ്റ്റൈൽസിൽ വെച്ച് സഞ്ജനെ ശല്യപ്പെടുത്തിയില്ലേ ഒരാള്? അന്ന് ഞാനല്ലേ സഞ്ജനെ രക്ഷപ്പെടുത്തിയത്? അയാളാ ബാബുക്കുട്ടൻ. ഓ, അത് മനസ്സിലായി. അല്ല, അർജന്റ് കോൾ ആണെങ്കിലോ അറ്റൻഡ് ചെയ്തോ. പാറു, അവൾ ആരോടാ സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോ? അതാ ബാബുക്കുട്ടനാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ആയിരിക്കും. അവളുടെ ജാടയും പഴുതിയും കണ്ടപ്പോഴേ എനിക്കൊരു പെശക്ക് തോന്നിയതാ. നമ്മുടെ വീട്ടിൽ ആദ്യം വന്നപ്പോ തന്നെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ടല്ലേ വന്നത്. ഞാനും ആ സംശയത്തില് പലപ്പോഴും കുറച്ച് ഗ്യാപ്പ് ഇട്ടാ പെരുമാറിയിട്ടുള്ളത്. ഞാൻ ഏറ്റു. എന്റെ സർവൈലൻസ് തന്നെയുണ്ട്. ഫിനിഷ് ചെയ്യണോ അതോ അൺകോൺഷ്യസ് സ്റ്റേജിലാക്കണോ? എന്താ വേണ്ടേന്ന് പറഞ്ഞാ മതി. രണ്ടായാലും ഞാനിവിടെ വന്നാലല്ലേ ചെയ്യാൻ പറ്റൂ. ഞാൻ പറയുന്ന കേക്ക്. രുദ്രന്റെ ആൾക്കാർ അങ്ങോട്ട് വന്ന് കൊണ്ടുപോയിക്കോളും. പിന്നെ ആ മറ്റേ കത്ത് എന്റെ ഇരിക്കുക, അത് നിന്നെ ഏൽപ്പിക്കുകയും വേണം. വേണം വേണം. എന്റെ ജോലി ഫിനിഷിംഗ് സ്റ്റേജിലാ. ഞാൻ ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി, ഓക്കെ. അവക്ക് മനസ്സിലായി കാണോ എന്തോ. ഇല്ല, പട്ടിക്കാട്ട് വേണല്ലേ. നോ ചാൻസ്. മാറ്, ഞാൻ ശരിയാക്കാം. ഇങ്ങനെയാണോ പ്ലേറ്റ് ഉടുപ്പിക്കുന്നേ? വേണ്ട, സാരി ഉടുക്കാനൊക്കെ എനിക്കറിയാം. ഇനി വേണ്ടതൊക്കെ പാറു ചെയ്തെന്നോളൂ. സഞ്ജന പോയി ഫോണിൽ ബാക്കി സംസാരിച്ചോ. മേക്കപ്പ് ഇനിയും ബാക്കിയുണ്ട്. കണ്ണിൽ ഇനിയും മസ്കാര ഇടണം. ഓർണമെന്റ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഒന്ന് വന്നേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ ചെന്ന് ബാബുക്കുട്ടൻ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തു കൊടുക്ക. അയ്യോ, ചാരു വെറുതെ തെറ്റിദ്ധരിച്ചതാ.
ബാബുക്കുട്ടൻ എന്നെ ടെക്സ്റ്റൈൽസ് വെച്ച് കണ്ടു എന്നുള്ളതൊക്കെ ശരിയാ. അതല്ലാതെ ഇങ്ങോട്ട് വന്നേ, ചുണ്ടി ലിപ്സ്റ്റിക് ഇടട്ടെ. വേണ്ട, ചെയ്തൊക്കെ മതി. പാറുന് മേക്കപ്പ് വേണ്ടേ? എനിക്ക് ഈ മേക്കപ്പ് ഒക്കെ മതി. മതിയെങ്കിൽ മതി. പാറുവിനെ എന്ത് വേണം ചെയ്തോ, പക്ഷെ ചാരു അവൾ എന്റെ പെണ്ണാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. അവളെ ഒരുക്കി മണ്ഡപത്തിൽ എത്തിക്കേണ്ടത് നിന്റെ ഡ്യൂട്ടിയാണ്.